എല്ലാവർക്കും ലവ് മൈ ട്രൈബിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീവ്സ് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ്. കാരണം മഴയൊക്കെ മാറി സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായ കാരണം കൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ പോലും നിറയെ ഇതുപോലെ പൊടിയായേക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കളക്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് നീം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നീം ഓയിൽ ഒരു 5-6 തുള്ളി മതിയാവും. കാരണം ഒരുപാട് നീം ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ സുഷിരങ്ങൾ ക്ലോഗ് ചെയ്യാനായിട്ട്, അതായത് അടച്ച് കളയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ അല്പം മാത്രം നീം ഓയിൽ യൂസ് ചെയ്യുവാണ്. കാരണം നീം ഓയിൽ യൂസ് ചെയ്താൽ ലീവ്സിന് നല്ലൊരു ഷൈനും ഉണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഈ പെസ്റ്റ് അറ്റാക്ക് ചെയ്യൽ കുറയും. എന്തെങ്കിലും പ്രാണികൾ, എന്തെങ്കിലും ഫംഗസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതിനുശേഷം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഈ വെള്ളത്തിൽ നല്ലപോലെ മുക്കി പിഴിഞ്ഞ് നമുക്ക് ലീവ്സ് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ ലീവ്സ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ വലിയ ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് ബാക്കിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ലീവ്സ് കീറി പോകാനോ അല്ലെങ്കിൽ ഒടിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം നമ്മളിതുപോലെ തുടച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ മുകൾവശത്തും താഴെയും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. തണ്ടിൻ്റെ വശത്തുമായിട്ടും നമ്മളൊന്ന് തുടച്ചു കൊടുക്കാം. ഇതുപോലെ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറക്കി വെച്ചൊന്ന് നന്നായിട്ട് വെള്ളം ചീറ്റിച്ച് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ നീം ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഷൈൻ ഉണ്ടാവില്ല, ഒരു തിളക്കം ഉണ്ടാവില്ല ലീവ്സിന്. ഇതുപോലെ ചെറിയ ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നീം ഓയിലിൻ്റെ ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തുടച്ചെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ തുടച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ പാടുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടച്ചെടുക്കാനായിട്ട് വിട്ടുപോകരുത്. ഇതുപോലെ ഇൻഡോർ ഇരിക്കുന്ന ചെടികൾ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ചെടികൾക്ക് സൂര്യപ്രകാശം വലിച്ചെടുക്കാനുള്ള ആ ഒരു എബിലിറ്റി കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് നടക്കുകയും ചെയ്യും. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് അത് കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുപോലെ നമ്മൾ അകത്ത് വെക്കുന്ന ചെടികളായതുകൊണ്ട് തന്നെ ക്ലീനിങ് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കല്ലാന്നുണ്ടെങ്കിൽ ഈ ചെടികളിലത്തെ പൊടി നമുക്ക് അലർജിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും മാസത്തിൽ ഒരിക്കലെങ്കിലും അകത്ത് വെച്ചേക്കുന്ന ചെടികൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഹാപ്പി ഗാർഡനിങ്.